എക്സലിൻ്റെ ക്ലാസ്സാണ് നൽകുന്നത്. എക്സലിൽ ബിഗിനേഴ്സിന് വേണ്ട ക്ലാസ്സാണ്. അപ്പോൾ എങ്ങനെ എക്സൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് പറയാം. ഫസ്റ്റ് നമ്മൾ എക്സൽ ഓപ്പൺ ആക്കുക. എക്സൽ ഓപ്പൺ ആക്കിയതിന് ശേഷം ഇവിടെ ഇതൊക്കെ കോളംസ് ആണ്. എ കോളം, ബി കോളം, സി കോളം, ഡി കോളം, പിന്നെ കോളംസ് ആണ്. പിന്നെ കോളംസ് പോയിട്ട് സെറ്റ് വരെ ഉണ്ടാവും. സെറ്റിന് ശേഷം എ ബി എ സി അങ്ങനെ പോകും. പിന്നെ ഏറ്റവും അവസാനം വരുമ്പോൾ ഇതാണ് വരിക, എക്സ് എഫ് ഡി. അപ്പോൾ ഇത് എണ്ണുകയാണെങ്കിൽ ഇപ്പോൾ ഇത് 1 2 3 4 5 ഇങ്ങനെ എണ്ണിപ്പോയാൽ എത്ര കോളംസ് ഉണ്ട് ചോദിച്ചാൽ 16,384 കോളംസ് ഉണ്ട്. പിന്നെ ഈ കാണുന്ന ഈ 1 2 കാണുന്നത് റോകളാണ്. ഇതൊരു ഒന്നാമത്തെ റോ, രണ്ടാമത്തെ റോ, മൂന്നാമത്തെ റോ, നാലാമത്തെ റോ, അഞ്ചാമത്തെ റോ. ഇത് എത്ര റോ ഉണ്ട് വെച്ചതാ? 10 48 576. അതായത് 10,48,576 റോസ് ഉണ്ട്. കോളംസ് 16,384 റോസ് 10 48 576. ഇനി ഇതിൽ കാൽക്കുലേഷൻസ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന ഫസ്റ്റ് ആഡ്, സംഖ്യകൾ എങ്ങനെ ആഡ് ചെയ്യാം. ആഡ് ചെയ്യാൻ കുറച്ച് മെത്തേഡ്, 4 മെത്തേഡ് ഉണ്ട്. ഇതിൽ ഫസ്റ്റ് മെത്തേഡ് പറയുകയാണ്. ആദ്യം ഈക്വൽ സിമ്പിൾ കൊടുക്കുക. ഇത് സംഖ്യകൾ കൊടുക്കുക. സംഖ്യകൾ ഇങ്ങനെ പ്ലസ് ഇട്ട് കൊടുക്കുക. ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യും. ഇപ്പോൾ 10 പ്ലസ് 20 പ്ലസ് 30 മീൻസ് ആൻസർ 60 ആണ്. ഇതിൻ്റെ മീതെ വെച്ചിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ഇവിടെ കിട്ടും. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് ഈക്വൽ ടു സംഖ്യ നമ്പർ പ്ലസ് നെക്സ്റ്റ് നമ്പർ പ്ലസ് നെക്സ്റ്റ് നമ്പർ, ഇങ്ങനെ കൂടുതൽ സംഖ്യകൾ വേണമെങ്കിൽ കൊടുക്കാം. എന്നിട്ട് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റർ അടിക്കുക. ഇതാണ് ഒരു മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ്, ഇവിടെ നമ്മൾ സംഖ്യകൾ കൊടുത്തു. ഇതിൻ്റെ ആൻസർ കിട്ടണമെങ്കിൽ ഇവിടെ എവിടെ വേണമെങ്കിൽ കാണാം, ഇവിടെയോ എവിടെയൊക്കെ കാണാം. ഈക്വൽ ടു ഈ സെല്ലിൽ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുക. ഈക്വൽ ടു ഇതിനെ സെല്ല് എന്ന് പറയും. ഒരു കോളത്തിൻ്റെ കിള്ളിയെ പറയുന്ന പേര് സെല്ല് എന്നാണ്. അപ്പോൾ ഈ ഓരോ സെല്ലുകൾക്ക് ഓരോ നമ്പർ നെയിംസ് ഉണ്ട്. ഓരോ സെല്ലുകൾക്കും ഓരോ നെയിംസ് ഉണ്ട്. ഇതിപ്പോൾ A2 ആണ്, എയിൽ 2. അപ്പോൾ ഈ സെല്ലിൽ ക്ലിക്ക് ചെയ്തു, ഇനി പ്ലസ് ഇട്ടു. നെക്സ്റ്റ് സെല്ല് ക്ലിക്ക് ചെയ്തു, പ്ലസ് ഇട്ടു. നെക്സ്റ്റ് സെല്ല് ക്ലിക്ക് ചെയ്യുക. ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ ആൻസർ കിട്ടി. അപ്പോൾ ഈക്വൽ ടു സെൽ പ്ലസ് സെൽ പ്ലസ് സെല്ല്, ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യാം. അപ്പം അങ്ങനെ രണ്ടാമത്തെ മെത്തേഡ് അതാണ്. ഇനി മൂന്നാമത്തെ മെത്തേഡ് ഈക്വൽ ടു സം എന്ന ടോട്ടൽ ചെയ്യുക. ഈക്വൽ ടു സമ്മ് കൊടുക്കുക. എന്നിട്ട് ഈ റേഞ്ച് സെലക്ട് ചെയ്യുക. ഇങ്ങനെ വലിച്ചാൽ മതി. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഉത്തരം കിട്ടാൻ വേണ്ടി എൻ്റർ അടിക്കുക. ആൻസർ കിട്ടും. നിങ്ങൾക്ക് എവിടെയും വേണമെങ്കിൽ കാണാം. ഇവിടെ വേണമെങ്കിൽ കാണാം. ഈക്വൽ ടു സം ഓപ്പൺ ബ്രാക്കറ്റ്, റേഞ്ച് സെലക്ട് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. ഇതാണ് മൂന്നാമത്തെ മെത്തേഡ്. ഇനി അടുത്ത മെത്തേഡ് തൊട്ട താഴെ തന്നെ വെക്കണം. എവിടെയാണോ സംഖ്യകളുള്ള അതിൻ്റെ തൊട്ട താഴെ വെച്ചതിന് ശേഷം ഈ ഹോം എന്ന റിബണിൽ ഏറ്റവും അവസാനത്തിലൊരു ഓട്ടോ സം ഉണ്ട്. ഓട്ടോ സം ക്ലിക്ക് ചെയ്താലും ഈ സം എന്നുള്ള ഇക്വേഷനാണ് അവിടെ വരിക. എന്നിട്ട് എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോഴും ആൻസർ കിട്ടും. അപ്പോൾ 4 രീതിയിൽ സംഖ്യകളെ ആഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ഈക്വൽ ടു സംഖ്യ നമ്പർ പ്ലസ് നമ്പർ പ്ലസ് നമ്പർ പ്ലസ് അങ്ങനെ പോയാൽ മതി. ഉത്തരം കിട്ടാൻ വേണ്ടി എൻ്റർ അടിക്കും. സെക്കൻഡ് വൺ ഈക്വൽ ടു സെൽ പ്ലസ് സെല്ല്, എൻ്റർ അടിക്കുക. മൂന്നാമത്തെ മെത്തേഡ് ഈക്വൽ ടു സമ്മ് ഓപ്പൺ ബ്രാക്കറ്റ്, റേഞ്ച് കൊടുക്കുന്നു, വലിക്കുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. നാലാമത്തെ മെത്തേഡ് അത് നമ്മൾ തൊട്ട താഴെ തന്നെ വെക്കണം. എന്നിട്ട് ഈ ഓട്ടോ സം ക്ലിക്ക് ചെയ്യുക, എൻ്റർ അടിക്കുക. 4 രീതിയിലാണ് സംഖ്യകളെ ആഡ് ചെയ്യുക. ഇനി മൾട്ടിപ്പിൾ എങ്ങനെ ചെയ്യാം? ഗുണനം, സംഖ്യകൾ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? അത് 2 മെത്തേഡാണ് ഉള്ളത്. ഒന്നാമത്തെ വേണ്ടി ഈക്വൽ ടു 10 ഇൻറ്റു 2, 10 സ്റ്റാർ ഇടുക, 2 എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ 10 ഗുണിക്കണം 2 20. അപ്പോൾ അതായത് 1 ഈക്വൽ ടു നമ്പർ ഗുണിക്കണം സിമ്പിൾ കൊടുക്കുക, ദെൻ നെക്സ്റ്റ് നമ്പർ കൊടുക്കുക, എൻ്റർ അടിക്കുക. ഇതാണ് ഒരു മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ്, നമ്മളിവിടെ സംഖ്യ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓപ്പൺ ബ്രാക്കറ്റ്, റേഞ്ച് കൊടുക്കുക, റേഞ്ച് ജസ്റ്റ് വലിക്കുക,
ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇത് നമുക്ക് ആൻസർ കിട്ടണമെങ്കിൽ എവിടെയും വേണമെങ്കിൽ ചെയ്യാം. ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓപ്പൺ ബ്രാക്കറ്റ് റേഞ്ച് കൊടുക്കുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. അങ്ങനെ മൾട്ടിപ്പിൾ ചെയ്യാൻ 2 മെത്തേഡുള്ളൂ. ഇനി സബ്സ്ട്രാക്റ്റ് സംഖ്യകളെങ്ങനെ ലെസ് ചെയ്യാം. ലെസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈക്വൽ ടു 10 മൈനസ് 4 10 മൈനസ് 4 ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റർ ചെയ്യുക, 6 കിട്ടും. ഇതാണ് ഒരു മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് ഈക്വൽ ടു സെൽ മൈനസ് സെൽ, എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുക, ആൻസർ കിട്ടും. 10 നിന്ന് 4 6 പോയാൽ 4 ആണ്. 2 മെത്തേഡാണ് സബ്സ്ട്രാക്റ്റിനുള്ളൂ. ഒന്ന് ഈക്വൽ ടു 10 മൈനസ് 2 എന്ന് കൊടുത്ത ആൻസർ 8 കിട്ടും. രണ്ടാമത്തെ മെത്തേഡ് ഈക്വൽ ടു സെൽ മൈനസ് സെൽ, ആൻസർ കിട്ടാൻ എൻ്റർ അടിക്കുക, 4 എന്നുള്ള ആൻസർ കിട്ടി. 10 നിന്ന് 6 പോയാൽ 4 ആണ്. ആ 2 മെത്തേഡാണ് കുറയ്ക്കാനുള്ളത്. ഈ ഡിവിഷനുള്ളത് ഫസ്റ്റ് മെത്തേഡ് ഈക്വൽ ടു 10/2. 10/2 കൊടുത്ത ആൻസർ 5 ആണ്. 10നെ 2 കൊണ്ട് ഹരിച്ചാൽ 5 ആണ്. എൻ്റർ അടിച്ചാൽ ആൻസർ കിട്ടും. ഈക്വൽ ടു 10/2. രണ്ടാമത്തെ മെത്തേഡ് ഈക്വൽ ടു 10 എന്നുള്ളത് സെല്ല് ക്ലിക്ക് ചെയ്യുക, A2 ഡിവൈഡ് ബൈ നെക്സ്റ്റ് സെല്ല്, സെൽ ബൈ സെല്ല്, ആൻസർ കിട്ടാൻ വേണ്ടി എൻ്റർ അടിക്കുന്നു. 10നെ 5 കൊണ്ട് ഹരിച്ചാൽ 2 ആണ്. ഒരിക്കൽ കൂടി പറയാം, ഈക്വൽ ടു ഈ സെല്ല് ഹരിക്കണം നെക്സ്റ്റ് സെല്ല്, എൻ്റർ അടിക്കുക. ഇതാണ് ഡിവിഷൻ. കൂട്ടുക, കുറക്കുക, ഗുണിക്കുക, ഹരിക്കുക, ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി അടുത്തത് പറയുന്നത് ഓക്കെ മിനിമം സംഖ്യ. അപ്പോൾ നമ്മൾ കുറച്ച് സംഖ്യകൾ കൊടുത്തു ഇവിടെ. അതിൽ മിനിമം സംഖ്യ കാണണം. മിനിമം സംഖ്യ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ സംഖ്യ. അത് നമ്മൾ ഈക്വൽ ടു MIN, മിൻ ഓപ്പൺ ബ്രാക്കറ്റ് റേഞ്ച് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ ഈ സംഖ്യയിലെ ഏറ്റവും ചെറിയ സംഖ്യ എൻ്റർ അടിച്ച ആൻസർ കിട്ടും. ഏറ്റവും ചെറിയ സംഖ്യ ഇവിടെ കാണിക്കും. ഒന്നും കൂടി പറയാം, ഈക്വൽ ടു മിൻ MIN ഓപ്പൺ ബ്രാക്കറ്റ് റേഞ്ച് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. ഇനി ഇതിൽ മാക്സിമം വലിയ സംഖ്യ കാണാൻ ഏറ്റവും വലിയ സംഖ്യ 30 ആണ്. അതിന് ഈക്വൽ ടു മാക്സ് ഓപ്പൺ ബ്രാക്കറ്റ് റേഞ്ച് കൊടുക്കുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. അപ്പോൾ മാക്സിമം വലിയ സംഖ്യ 30 ഈക്വൽ ടു മാക്സ് ഓപ്പൺ ബ്രാക്കറ്റ് റേഞ്ച് സെലക്ട് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. ഇനി ആവറേജ് കാണാം. ആവറേജ് കാണാൻ ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ഇതിൻ്റെ എണ്ണം കൊണ്ട് ഹരിക്കുകയാണ്. അപ്പോൾ 10ഉം 20ഉം 30, 30 പ്ലസ് 60, എന്നിട്ട് ഈ 3 സംഖ്യയല്ല, അപ്പോൾ 60നെ 3 കൊണ്ട് ഹരിക്കുക. അപ്പോൾ ടോട്ടൽ ചെയ്തതിന് ശേഷം സംഖ്യകളുടെ എണ്ണം കൊണ്ട് ഹരിക്കുക, അതാണ് ആവറേജ്. അപ്പോൾ ആവറേജ് കാണാൻ വേണ്ടിയിട്ട് ഈക്വൽ ടു ആവറേജ് എന്ന് ടൈപ്പ് ചെയ്യണം. ആവറേജ് ഓപ്പൺ ബ്രാക്കറ്റ് റേഞ്ച് കൊടുക്കുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. അപ്പോൾ 20ആണ് ആൻസർ കിട്ടുക. ഈക്വൽ ടു ആവറേജ് ഓപ്പൺ ബ്രാക്കറ്റ് റേഞ്ച് കൊടുക്കുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. ആൻസർ കിട്ടുന്നത് 20ആണ്. ഇത്രയും കാര്യങ്ങളാണ് ബിഗിനേഴ്സിന് വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത ക്ലാസ്സുകൾ നെക്സ്റ്റ് ദിവസം എടുത്തു തരുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടതൊരു സംഭവം ഞാൻ മുമ്പ് ചെയ്തൊരു വീഡിയോ ആണ്. ഇപ്പോൾ കുറേ മൊബൈൽ നമ്പർ ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ സപ്പോസ് ഇവിടെ നമ്മൾ ഒരുപാട് മൊബൈൽസ് നമ്പർ കൊടുത്തു. പിന്നെ ഒരുപാട് നമ്പർ തന്നിട്ടുണ്ട്, ഒരുപാട് ഉണ്ട് വിചാരിക്കാം. ഇതിൻ്റെ മുമ്പിൽ നമ്മൾ കൺട്രി കോഡ് +91, നമ്മൾ ഇന്ത്യയുടെ കോഡ് +91 ആണ്. ഈ 91 ആഡ് ചെയ്യേണ്ടി വന്നാൽ എന്താ ചെയ്യുക? ഇങ്ങനെ ഒരുപാട് നമ്പറുണ്ട്, ഒരു ആയിരക്കണക്കിന് നമ്പറുണ്ട്. ഈ നമ്പറുകൾ നമുക്ക് തുടക്കത്തിൽ ഇവിടെ ഓൾറെഡി നമ്പർ ടൈപ്പ് ചെയ്ത് വെച്ചാണ്. തുടക്കത്തിൽ നമുക്ക് +91 എന്നുള്ള നമ്മുടെ കൺട്രി കോഡ് ആഡ് ചെയ്യണം.
ഓരോന്നിനും ഓരോന്ന് ആഡ് ചെയ്യാൻ റിസ്ക് ആണ്. ഇങ്ങനെ ആഡ് ചെയ്യുക, പിന്നെ അടുത്തത് ആഡ് ചെയ്യുക, ഇങ്ങനെ അത് റിസ്ക് ആണ്, ഒരുപാട് സമയം എടുക്കും. അപ്പോൾ അത് എങ്ങനെ ചെയ്യാം, അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കാണാം. പലവരും ചോദിക്കുന്ന ഒരു സംഭവമാണത്. അതായത് ഇതിൻ്റെ മുമ്പിൽ നമ്മൾ കൺട്രി കോഡ് ആഡ് ചെയ്യുക. ഒരു ആയിരക്കണക്കിന് നമ്പർ ഇതുപോലെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയുകയാണ് ഒരെണ്ണക്കാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, +91 ആഡ് ചെയ്താൽ മതി. അതേ സമയം ഒരുപാടുണ്ടെങ്കിൽ നമുക്കത് റിസ്ക് ആണ്, ഓരോന്നിലും ചെയ്യാൻ വേണ്ടി റിസ്ക് ആണ്. അതുകൊണ്ട് അത് എങ്ങനെ ചെയ്യാന്നുള്ളതിൻ്റെ ഒരു ക്ലാസ് വേണമെന്ന് പലവരും പറയാറുണ്ട്. അത് നമ്മൾ എൻ്റെ മുമ്പത്തെ ഒരു വീഡിയോ ഉണ്ട്, ആ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഈ ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നോക്കിയിട്ട് കണ്ടുപഠിക്കുക. അത് ആവശ്യമുള്ളൊരു കാര്യമാണ്, കമ്പനികളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതൊന്ന് നിങ്ങൾ കണ്ടു നോക്കുക. അതോടൊപ്പം തന്നെ മുമ്പ് പറഞ്ഞ കൂട്ടൽ, കുറക്കൽ, ഹരിക്കൽ, അതുപോലെ ഗുണിക്കൽ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ.